മാന്നാർ മച്ചാൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എമ്പുരാനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സിനിമ ഇന്നലെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിക്കാണ് ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് ഭയങ്കര ഡീഗ്രേഡിംഗ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക ആക്ടറിൻ്റെ ഫാൻസുകാരും അതേപോലെ തന്നെ നമ്മളെ സിനിമ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇത്രയും വലിയൊരു സിനിമ വരുമ്പോൾ നമ്മൾ ഫാൻസ് നോക്കാതെ എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രം. അല്ലാതെ ഒരിക്കലും ഞാൻ മമ്മൂട്ടി ഫാനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളുടെ ഫാനാണ്, ഞാൻ വേറൊരാളുടെ ഫാനാണെന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഈ മോഹൻലാലിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ, അതായത് ലാലേട്ടനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ ഒരിക്കലും അങ്ങനെ പടം അത്യാവശ്യം നല്ലതാണെങ്കിലും പോയി ചെറിയ എന്തെങ്കിലും ഒരു കുറവുകൾ ഒരു പടത്തിലുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് അതിനെ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഒരിക്കലും സംസാരിക്കരുത്. ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രി മാത്രമേ ഉള്ളൂ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. കാരണം ഇപ്പോൾ പുഷ്പ 2 പോലുള്ള സിനിമകളൊക്കെ ആ ഒരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട് അവർക്കും നമ്മളെ പോലെ തന്നെ അവരും മനുഷ്യരാണ്. പക്ഷേ അവർ ആ സിനിമയെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ആ സിനിമ അവർ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരു വലിയ വിജയമായിട്ട് മാറി. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രം എന്ത് മികച്ച ചിത്രമാണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളവർക്കറിയാം. അതുപോലെ നല്ലൊരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിനിമ ഇത്രത്തോളം ഡീഗ്രേഡ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഇന്നലെ സിനിമ റിലീസായ ദിവസമാണെങ്കിൽ ഇതുപോലെ ഞാനാണ് ട്വിറ്ററിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും സിനിമ റിലീസായില്ല. റിലീസാകുന്നതിന് മുന്നേ ട്വിറ്ററിൽ ചില ആൾക്കാർ ഇട്ടിരിക്കുന്നു പടം ഒട്ടും കൊള്ളത്തില്ല, ഡിസാസ്റ്റർ റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ്. ഞാനിപ്പോൾ ആലോചിച്ച് ഇനിയിപ്പോൾ സിനിമ എവിടെ റിലീസായിട്ട് ഇവർ ഇട്ടേന്ന്, എന്തിനാണ് ഇവരിങ്ങനെ കാണിക്കുന്നതെന്ന് അറിയത്തില്ല. ഇനി നമ്മുടെ മലയാളത്തിൽ നിന്നൊരു സിനിമ തമിഴ്നാട്ടിൽ റിലീസ് ആയതുകൊണ്ടാണോ എന്നും നമുക്കറിയത്തില്ല. ശരിക്കും മറ്റ് ഭാഷകളിൽ നിന്നുള്ള ചിത്രങ്ങളൊക്കെ നമ്മുടെ കേരളത്തിൽ റിലീസാകുമ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു സപ്പോർട്ട് അത് വളരെ വലുതാണ്. അതിപ്പം നല്ല സിനിമയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു പടം ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് പോകുമ്പം അവർ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, കാണുന്നുമുണ്ട്. പക്ഷെ ചില ആൾക്കാർ ഇത് അറിഞ്ഞുകൊണ്ട് ഡിഗ്രേഡ് ചെയ്യാനും അറിഞ്ഞുകൊണ്ട് പടത്തിന് ടിക്കറ്റ് എടുത്ത് കയറി തിരിച്ചറിഞ്ഞ കുറ്റം മാത്രം പറയാനായിട്ട് തിരിച്ചിറങ്ങുന്ന നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇത് നമ്മുടെ ഇൻഡസ്ട്രി വെച്ച് നോക്കുമ്പോൾ ഇതൊരു നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. വേറെ ഇൻഡസ്ട്രികളിലുള്ള ആൾക്കാർ ഇത് കുറ്റം പറഞ്ഞാലും നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രി ഉള്ളവർ തന്നെ ഇത്രത്തോളം കുറ്റം പറയുമ്പോഴാണ് ഒറ്റ സിനിമയും ഒരിക്കലും ഒരു സിനിമ മൊത്തത്തിലും പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല. എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 5-6 വർഷം കഴിയുമ്പോൾ തോന്നും ഇത് ശരിയായില്ല, അത് ശരിയായില്ലെന്ന് തോന്നും. പക്ഷെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇത്രയും ഒരു ബഡ്ജറ്റ് ഇട്ട് ആ ബഡ്ജറ്റിനെക്കാട്ടും വലിയ രീതിക്ക് തോന്നിക്കുന്ന രീതിക്കാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് ആ ഒരു കാര്യത്തെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഒരു പടം ഇറങ്ങുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ സിനിമയ്ക്ക് ഇത്രയും കനത്ത ഡീഗ്രേഡിങ് വന്നിട്ടും ഇതിൻ്റെ ഒരു കളക്ഷൻ വൈസിൽ ഒരു കോട്ട സംഭവിച്ചിട്ടില്ല. ഫസ്റ്റ് ഡേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും ഇത് നല്ല രീതിക്ക് തന്നെയാണ് ഈ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഞങ്ങളുടെ ഇവിടെ ഉള്ള തിയേറ്ററിലൊക്കെ ഒരാഴ്ചത്തേക്കിനുള്ള ബുക്കിംഗ് ഒക്കെയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. വേറെ ടിക്കറ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളവർക്കേ കിട്ടത്തുള്ളൂ. ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു ബുക്കിംഗ് ഒക്കെ നടന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭയങ്കര ബുക്കിംഗ് ആയിരുന്നു ഈ സിനിമയ്ക്ക് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മിക്സഡ് റിവ്യൂ ഇപ്പം വന്നെങ്കിൽ പോലും കേരളത്തിൽ നിന്നാണെങ്കിലും ഒക്കെ ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയിട്ടില്ല ഈ സിനിമയ്ക്ക്. ഒത്തിരി ഫാമിലി ഓഡിയൻസ് വന്ന് തുടങ്ങിയിട്ടില്ല. ഇപ്പം നമ്മളിപ്പോഴുള്ള പിള്ളേർ സെറ്റായിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇപ്പം കയറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫാമിലി ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഈ സിനിമ ഇറങ്ങുമ്പം കുറച്ചും കൂടെ ഒരു റീച്ച് ഈ സിനിമയ്ക്ക് ഓൾറെഡി ഉണ്ട്. എങ്കിലും ഫാമിലി ഓഡിയൻസ് കൂടെ കയറുമ്പം ഭയങ്കരമായിട്ടുള്ളൊരു സംഭവം ആകുമെന്ന് നമുക്ക് എന്തായാലും ഉറപ്പാണ്. എന്തൊക്കെ പറഞ്ഞാലും ഈ സിനിമ മോഹൻലാൽ എന്ന് പറഞ്ഞ ഒരു ആക്ടറിൻ്റെ തിരിച്ചു വരവ് തന്നെയാണ്. ഇത്ര നാൾ ലാലേട്ടൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് പുള്ളിക്കാരൻ റിക്കവർ ചെയ്ത് തിരിച്ചു വന്നിരിക്കുകയാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രത്തിലൂടെ. അപ്പം ഈ സിനിമ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ ഒരു വലിയൊരു, അതായത് നമുക്ക് ഒരു അഭിമാനമായിട്ട് ഉള്ളൊരു സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. നമുക്കും ചൂണ്ടിക്കാണിക്കാൻ പറ്റും ഞങ്ങളുടെ ഇൻഡസ്ട്രിയിൽ നിന്നും ഞങ്ങൾക്ക് ഇങ്ങനത്തെ സിനിമ എടുക്കാൻ പറ്റും. അതായത് നമ്മളിപ്പം തമിഴ് ആണെങ്കിലും തെലുങ്കാണെങ്കിലും നമുക്ക് നോക്കാം, അവർ വലിയ സിനിമകൾ എടുക്കുന്ന ഒരു 200-250 കോടിക്കാണ്. ഇത് ശരിക്കും അത്രയും ബഡ്ജറ്റൊന്നും ഇല്ല. പക്ഷേ ഈ സിനിമ കണ്ടവർക്കറിയാം അതിനേക്കാട്ടിൽ ബഡ്ജറ്റ് ഇട്ട് എടുത്തവരാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതാണ് ശരിക്കും ഒരു ഫിലിം മേക്കറിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. എന്തായാലും എമ്പുരാൻ എന്ന് പറയുന്ന ഒരു ചിത്രം തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു വെർത്ത് വാച്ചായിട്ടുള്ളൊരു ചിത്രം തന്നെയാണ് എമ്പുരാൻ. അതുകൊണ്ട് ഈ സിനിമയുടെ ഈ ഡീഗ്രേഡിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടിട്ട് ഈ സിനിമ കാണുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പം തന്നെ തിയേറ്ററിൽ പോയി പടം കാണുക. എന്തായാലും നല്ല സിനിമയാണ്. കണ്ടില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളൊരു ചിത്രം തന്നെയാണ് എമ്പുരാൻ. അപ്പം എന്തായാലും അതിലെ സർപ്രൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ റിവീൽ ചെയ്തിട്ടില്ല കൂടുതലായിട്ടും. കാരണം ഇതിലിപ്പം ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഒക്കെ കുറേ സംഭവങ്ങൾ വരുന്നുണ്ടെങ്കിലും ഓവറായിട്ടുള്ള ചില സാധനങ്ങളൊന്നും വരുന്നില്ല. അത് തന്നെ വലിയ കാര്യമെന്ന് വിചാരിച്ച് ഇപ്പോഴേ എത്രയും പെട്ടെന്ന് കാണാൻ പറ്റുന്നു അത്രയും പെട്ടെന്ന് പോയി കാണാം. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എമ്പുരാൻ എന്ന ചിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.